വിരുന്നിപ്പോഴുള്ളത് ഖത്തറിലാണ്. ഖത്തറിലെത്തുമ്പോൾ ഖത്തറിൻ്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന വലിയൊരു സാമ്രാജ്യം തന്നെയുണ്ട് ഖത്തറിൽ, ഫ്ലോറൻസ ഇൻ്റർനാഷണൽ നഴ്സറി. ഇന്ന് വിരുന്നിൻ്റെ എപ്പിസോഡ് ധന്യമാക്കുവാൻ നമ്മോടൊപ്പമുള്ളത് ഫ്ലോറൻസ ഇൻ്റർനാഷണൽ നഴ്സറിയുടെ മാനേജിംഗ് ഡയറക്ടറും അതോടൊപ്പം തന്നെ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനം കൂടിയായ മിസ്റ്റർ അസ്ഗർ അലി സാറാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാൻ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. താങ്ക് യു. ആദ്യം തന്നെ ഫ്ലോറൻസ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇന്ന് ഖത്തറിന് അകത്തും പുറത്തുമായി പല വിദേശ രാജ്യങ്ങളിലും ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ആദ്യം തന്നെ പറയുകയുണ്ടായി, ഖത്തറിൻ്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന വലിയ ഒരു സംരംഭം തന്നെയാണ് ഫ്ലോറൻസ ഇൻ്റർനാഷണൽ ഗ്രൂപ്പ്. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് താങ്കൾ. താങ്കളുടെ ഒരു പ്രവാസ ജീവിതം, ഈ ഒരു രംഗത്തേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു എന്നൊന്ന് വിശദമാണ്. ഞാനിവിടെ വരുമ്പോഴേ ഇങ്ങനെ ഒരു സംരംഭമായിട്ട് മുന്നോട്ട് പോകണമെന്നൊരിക്കലും പ്രതീക്ഷിച്ചും ആഗ്രഹിച്ചൊന്നുമല്ല വന്നത്. സാഹചര്യം, പടച്ചവൻ്റെ ഒരു തീരുമാനം എന്നെ ഈ വഴിയിലെത്തിച്ചു. ഞാനിവിടെ വന്നു 4 വർഷത്തോളം സമാന്തരമായ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു. അവിടെ ഒരു സെയിൽസ്മാൻ എന്നുപരി അവിടെയുള്ള എല്ലാ മേഖലയിലും, ലാൻഡ്സ്കേപ്പിംഗ് മേഖലയിലും, ഇൻറ്റീരിയർ ലാൻഡ്സ്കേപ്പിങ്ങിലും ഔട്ട്ഡോറിലും എല്ലാ മേഖലയിലും ഞാൻ എൻ്റെ ശ്രദ്ധ പതിപ്പിച്ചു. ഞാൻ ഇവിടുന്ന് മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസും എൻ്റെ അറിവും ഞാൻ നേടിയെടുത്തു. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലാൻഡ്സ്കേപ്പിംഗ് കമ്പനിയാണ് ഞാൻ ആദ്യമായിട്ട് 1994 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു മേഖല തികച്ചും വലിയ ദുഷ്കരമായ ഒരു മേഖലയാണ്. കാരണം കാലാവസ്ഥാ വ്യതിയാനം, വളരെ ചൂടുള്ളൊരു കാലാവസ്ഥയാണ്. ഇതിലെങ്ങനെയാണ് അതിനെ അതിജീവിച്ചുകൊണ്ട് ഈ ഒരു ഫ്ലവറിനെ അല്ലെങ്കിൽ ഈ ഒരു കൃഷിയെ വളർത്തിയെടുക്കാൻ ഉണ്ടാക്കുന്ന ടെക്നോളജികൾ എന്തൊക്കെയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുള്ളത്? അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഗ്രീൻ ഹൗസ് സിസ്റ്റം ചെയ്തിരിക്കുന്നത്. ഈ ഗ്രീൻ ഹൗസിൻ്റെ അകത്ത് എപ്പോഴും ഞങ്ങൾ 18-20 ഇടയിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ചൂട് കാലങ്ങൾ, പ്രത്യേകിച്ച് ചൂട് കാലങ്ങളിൽ ഞങ്ങൾക്ക് ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് പ്ലാന്റ്സുകളൊക്കെ സംരക്ഷിച്ച് പോകാൻ പറ്റുന്നത്. അല്ല ഇവിടുത്തെ ഈ 45 തൊട്ടിട്ട് 50-52 ഡിഗ്രി ഇതിൻ്റെ അകത്ത് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ പ്ലാന്റ്സ് ഒന്നും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പാടാണ്. ഓക്കെ. ഈ 3 മാസം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഞങ്ങൾക്ക് സെയിലും വളരെ കുറവാണ്. ആ സമയത്ത് ഞങ്ങൾ കാര്യമായിട്ട് പ്രൊഡക്ഷനൊന്നും ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ വിൻ്റർ സ്റ്റാർട്ടിങ്ങിലാണ് വീണ്ടും ഞങ്ങൾ സീസൺ ഫ്ലവറും സീഡ്ലിംഗ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ 3 മാസത്തിൽ ഞങ്ങൾക്ക് ബിസിനസ്സും ഞങ്ങളുടെ പ്രൊഡക്ഷനും ഒക്കെ വളരെ കുറവാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഹെഡ് ഓഫീസ് വന്നിട്ട് സൽവാർ റോഡിലുള്ള ഫ്ലോറൻസയാണ്. അവിടെ വന്നിട്ട് എൻ്റെ ഒരു ബ്രദർ, ഇളയൊരു അനുജൻ ഷുഹൈബാണ് അവിടുത്തെ മാനേജറായിട്ട് അവിടെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ക്രോ ബ്രദറായിട്ടുള്ള ഒരാൾ ദിറാർ, എൻ്റെ അതുപോലെ തന്നെ എൻ്റെ ഒരു അളിയൻ ഇവിടെ വക്കറയിൽ ഗാർഡൻ സെൻറ്ററിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ഇൻചാർജാണ്. അതുപോലെ തന്നെ ഞങ്ങളെ ലാൻഡ്സ്കേപ്പിംഗ് ഡിവിഷനുണ്ട്. അതിൻ്റെ അകത്ത് മെയിൻ്റനൻസ് ഡിവിഷനിൽ എൻ്റെ ഒരു മൂത്ത ഒരാൾ ബ്രദർ മുഹമ്മദാണ് അതിൻ്റെ ഇൻചാർജ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഏറ്റവും ലാസ്റ്റുള്ള ഒരു അനിയനുണ്ട് അബ്ദുറഹ്മാൻ, പുള്ളിയെ അസിസ്റ്റൻ്റ് ചെയ്യുന്നുണ്ട്, മൂത്ത ആൾ ലാൻഡ്സ്കേപ്പ് മെയിൻ്റനൻസിൽ. ഞങ്ങൾക്കിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്രോ ബ്രദറും ആയിട്ട് തന്നെ ഞങ്ങളിപ്പോൾ 8 പേരോളം ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സാർ, ഇപ്പോൾ ഈ ഒരു മേഖലയല്ലാതെ ഫ്ലോറൻസ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മറ്റു ബിസിനസ്സുകൾ എന്തൊക്കെയാണ് താങ്കൾ കൈകാര്യം ചെയ്യുന്നത്? അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാം. എനിക്കൊരു മിനി മാർക്കറ്റ് വെസ്റ്റ് ബേ ലാഗൂണിൽ ഖത്തർ യൂണിവേഴ്സിറ്റിയുടെ ഓപ്പോസിറ്റിലുണ്ട്. അത് ഇവിടെയുള്ള നടത്തുന്ന സൂപ്പർ മാർക്കറ്റിൽ വ്യത്യസ്തമായിക്കൊണ്ട് ഒരു മിനി മാർക്കറ്റായിട്ടാണ് ഞങ്ങൾ അതിനെ ഇത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വന്നിട്ട് ലോണ്ട്രി ഉണ്ട്, ഫ്ലോറൻസയുടെ ഫ്ലവർ ഷോപ്പിൻ്റെ ഒരു ഇതുണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് ഫ്രഷ് വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, കോഫി ഷോപ്പ്, ബേക്ക് മാർട്ട് എന്ന് പറഞ്ഞ ബേക്കറിയുടെ ഒരു ഔട്ട്ലെറ്റ് അതിൻ്റെ അകത്തുണ്ട്. അതൊരു വ്യത്യസ്തമായിട്ട് എപ്പോഴും നല്ല തിരക്കുള്ള ഒരു ഏരിയയാണ്. അതിന് ആ ആവശ്യക്കാരുടെ ആവശ്യാനുസരണമാണ് ഞങ്ങളവിടെ അത് ക്രോഡീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ അകത്തെല്ലാം ചെറിയ ചെറിയ കൗണ്ടറുകളായിട്ടുള്ളത്. ഓക്കെ. അത് ലാഗൂൺ പ്ലാസ മിനി മാർക്കറ്റാണ് അതിൻ്റെ പേര്. പല മേഖലകളിലും ഫ്ലോറൻസ് സജീവ സാന്നിധ്യമായിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമാണ്. അമീറിൻ്റെ പാലാസ്, അമീറിൻ്റെ പാലാസുകൾ, ഒരുപാട് ഷെയ്ഖ് പാലാസുകളിൽ, അതുപോലെ തന്നെ ഇവിടുത്തെ ഒട്ടുമിക്ക ഹോട്ടലുകളിൽ, ഖത്തർ പെട്രോളിയം, കാഫ്കോ, കാസ്കോ,
എന്നിവിടെ ഖത്തറിൽ ലീഡിങ് കമ്പനികളൊക്കെ ആയിട്ട് ഒരു ഒട്ടുമിക്ക എംബസികളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഇയർലി കോൺട്രാക്റ്റ് ഉണ്ട്, മന്ത്ലി കോൺട്രാക്റ്റ്, മെയിൻ്റനൻസ് വർക്കുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ സാധനം സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഖത്തർ പെട്രോളിയത്തിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരു 8 വർഷമായിക്കൊണ്ട് ഞങ്ങളാണ് സപ്ലൈൻ്റെ ടെൻഡർ ഞങ്ങൾക്കാണ് കിട്ടുന്നത്, ഞങ്ങളാണ് സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ ഖത്തറിലെ എല്ലാ മേഖലയിലും ഫ്ലോറൻസ അറിയപ്പെടാത്ത ആൾക്കാരും ഫ്ലോറൻസയായിട്ട് ബിസിനസ് ചെയ്യാത്ത ആൾക്കാരും വളരെ കുറവായിരിക്കും. ഈ ഫ്ലോറൻസ ഇൻ്റർനാഷണൽ നഴ്സറിയെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു സഹോദരന്മാരുടെ ഒരു സംരംഭം അല്ലേ, എല്ലാവരും ഒരുമിപ്പിച്ചുകൊണ്ട് തന്നെ താങ്കൾ ഇതിനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ കുടുംബത്തെക്കുറിച്ച് ആധികാരികമായി പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ആരൊക്കെയാണ് താങ്കളോടൊപ്പം ഉള്ളത്, ഇവിടെ താങ്കളോടൊപ്പം ആരൊക്കെയാണുള്ളത്, അതിനെക്കുറിച്ച് വിശദമാക്കാം. ഞാനടക്കം 6 ബ്രദേഴ്സ് ഉണ്ട്. 6 ബ്രദേഴ്സിൽ 5 പേര് ഞങ്ങൾ ഒന്നിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരാളിവിടെ ജലീൽ എന്ന് പറഞ്ഞ ഒരാൾ ITD എന്ന് പറഞ്ഞ വേറൊരു കമ്പനിയിലാണ് അഡ്മിനിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്രോ ബ്രദർ 4 പേരുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അളിയന്മാർ 4 പേര് ഇവിടെ ഉണ്ട്. ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പായിക്കൊണ്ട് തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഇവിടെ ഉണ്ട്. കുട്ടികൾ പേരെന്താണ് അവരുടെ? ഭാര്യയുടെ പേര് സാബിറ എന്നാണ്. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് കൂത്തുപറമ്പ് ചെറുവാഞ്ചേരി എന്ന സ്ഥലത്തു നിന്നാണ്. എനിക്ക് 3 മക്കളുണ്ട്. മോള് ഇവിടെ MESൽ +2 പഠിക്കുകയാണ്. പേര് മോൾ ഫാത്തിമത്ത് സഹല. പിന്നെ മുഹമ്മദ് ആദിൽ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് വരെ ഇവിടെ MESലായിരുന്നു പഠിച്ചത്. ഇപ്പം വന്ന് നിലമ്പൂർ വഹാബ് സാറിൻ്റെ സ്കൂളിലാണ് പഠിക്കുന്നത്. 2 മക്കൾ. പിന്നെ ഒരാൾ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു മോളും MES തന്നെ പഠിക്കുന്നുണ്ട്. ഇവിടെ പഠിക്കുന്നുണ്ട്. സന്തോഷമായി പോകുന്നത്. അൽഹംദുലില്ലാഹ്. ഫാദർ വന്നിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. എനിക്ക് എന്നെ മറക്കാൻ പറ്റാത്ത ഒരു നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2003 ജൂൺ മാസത്തിലാണ് എൻ്റെ ഫാദർ എന്നെ ഞങ്ങളെ വിട്ട് പിരിഞ്ഞത്. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഉമ്മയും ഞങ്ങളെ വിട്ട് പിരിഞ്ഞു. അതേ വർഷം തന്നെ. അതാണ് വലിയ മിസ്സിംഗ് ആണ്. അത് വലിയൊരു മിസ്സിംഗ് ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞങ്ങളുടെ കുടുംബത്തിന് വലിയൊരു മിസ്സിംഗ് ആയിരുന്നത്. സാറേ, ഇപ്പോൾ ഈ മാനേജ് ചെയ്യുന്ന കാര്യം, ഇപ്പോൾ എല്ലാ ബ്രാഞ്ചുകളും മാനേജ് ചെയ്യുന്നത് അതെ താങ്കൾക്ക് ഒറ്റയ്ക്ക് ഇതെങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ ഹെഡ് ഓഫീസിലെ ഗാർഡൻ സെൻറ്റർ വന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എൻ്റെ ഒരു ബ്രദർ ഷുഹൈബാണ്. ഓക്കെ. പുള്ളി എൻ്റെ കൂടെ ഇവിടെ ഉണ്ട്. എത്ര വർഷമായി താങ്കൾ ഈ ഒരു രംഗത്തേക്ക് എത്തിയത്? എങ്ങനെയായിരുന്നു എത്തിയത്? ഇതിൻ്റെ ഒരു വിജയത്തിന് മുന്നിൽ താങ്കളുടെ സപ്പോർട്ട് എന്തൊക്കെയായിരുന്നു? 12 വർഷമായി ഇപ്പം ദുബായിലെത്തിയിട്ട്. 12 വർഷമായി. 2001 വന്നത്. അന്ന് തന്നെ ചേട്ടൻ്റെ കൂടെ തന്നെ ഈ ഫീൽഡിൽ തന്നെയായിരുന്നു. അങ്ങനെ വെസ്റ്റ് വേ പെട്രോൾ പമ്പിൻ്റെ അകത്തായിരുന്നു ആദ്യം ഒരു സ്ഥാപനം. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ ശേഷമാണ് വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ അടുത്തുള്ള ഫ്ലോറൻസ ഇൻ്റർനാഷണൽ നഴ്സറി എന്ന സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്ര സ്റ്റാഫുകൾ ഇപ്പോൾ, എത്ര തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട് ഫ്ലോറൻസ ഗ്രൂപ്പിൽ മൊത്തത്തിലെടുത്ത് നോക്കി കഴിഞ്ഞാൽ? ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു 200 സ്റ്റാഫിൻ്റെ അടുത്തുണ്ട്. നാഷണാലിറ്റി അതെ ശ്രീലങ്കൻസ്, നേപ്പാളീസ്, പിന്നെ ഈജിപ്ഷ്യൻസ് ഉണ്ട്, ജോർദാനിയൻ, ഇന്ത്യൻസ്, അങ്ങനെ എല്ലാവരും മിക്സ് ആയിക്കൊണ്ടൊരു 200 മേലെ കാണും. ഇനിയിപ്പോൾ താങ്കളുടെ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരൊക്കെയാണ് താങ്കളുടെ കുടുംബം എന്ന് പറയാം? എനിക്ക് 3 പിള്ളേരാണുള്ളത്. ഭാര്യയുടെ പേര് അസ്മിന, മകൻ ഷസ്വ സുലേഖ മൂത്ത മകൾ, പിന്നെ മുഹമ്മദ് ഷാൻ, പിന്നെ ഫാത്തിമ ബിന്ത് ഷുഹൈബ്. ഇപ്പം നാട്ടിലാണുള്ളത്. ഇപ്പം നാട്ടിലാണ്. അതെ, ശരി. പുഷ്പങ്ങളുടെ ഇടയിലാണ് ജീവിക്കുന്നത്, ഒരു വസന്ത കാലഘട്ടത്തിലാണ്. അപ്പോൾ താങ്കളുടെ ജീവിതത്തിലും വലിയ വസന്തങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, അതിനെക്കുറിച്ച് പറയും. കൃഷിയോട് ജന്മനാ താല്പര്യമായിരുന്നു. പിന്നെ ഇവിടെ വന്നേരം അതേ ഫീൽഡായിരുന്നു. പിന്നെ അതിലേക്ക് കൂടുതലായി താല്പര്യം എടുത്ത് അതിലേക്ക് തന്നെ ഇപ്പം അതിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് റഹീം. ആക്ച്വലി എല്ലാവരും അറിയപ്പെടുന്നത് റഹീമാണ്. പക്ഷേ ഫയലായിട്ട് അബ്ദുറഹ്മാൻ എന്ന പേര്. ഞാനിപ്പോൾ ഈ ഒരു ഡിവിഷൻ എന്ന് വെച്ചാൽ ലാൻഡ്സ്കേപ്പിംഗ് ഡിവിഷനാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. മീൻസ് ഫ്ലോറൻസ ഇൻ്റർനാഷണൽ നഴ്സറി ലാൻഡ്സ്കേപ്പിംഗ് ഡിവിഷൻ. അതിൽ നമ്മളെല്ലാ ബ്രദേഴ്സും ഫാമിലിയും എല്ലാവരും ഒന്നിച്ച് പോകുന്നത് കൊണ്ട് ഒരു പ്രോബ്ലങ്ങളും ഇല്ലാണ്ട് പോകുന്നു. ഞങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ പ്രോജക്റ്റ് RLES റാസൽ അഫാൻ സേഫ്റ്റി ആൻഡ് എമർജൻസി കോളേജിൻ്റെയാണ്. നമ്മളെ കമ്പനീൻ്റെ മൊത്തത്തിലുള്ളൊരു വിജയം ബ്രദേഴ്സ് അടങ്ങിയിട്ടുള്ളൊരു കമ്പനിയായതുകൊണ്ട് കുടുംബത്തിൻ്റെ കൂട്ടായ്മ ഇതുകൊണ്ടാണ് ഇത്രമാത്രം വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞത്. ഫാം ഡിവിഷനും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷൻ ചെയ്യാന്നുള്ള ഫ്ലവേഴ്സും അതുകൂടാതെ മറ്റ് ഇൻഡോർ പ്ലാന്റ്സ്. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ അത് വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് കൂടി കൂടുതൽ ഊന്നിക്കൊണ്ട്
കൂടുതലും നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സഹകരണം ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് മുഹമ്മദ് ആദിൽ. 10th വരെ ഞാൻ ഖത്തറിലായിരുന്നു പഠിച്ചത്. ഇപ്പോൾ ഞാൻ ഖത്തറിൽ നിന്ന് പോയി ഇപ്പോൾ 11th PVCയിൽ പഠിക്കുകയാണ്. 11th നാട്ടിൽ. ഉപ്പാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഫാമിലി ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ബിസിനസ്സാണ് ഫ്ലോറൻസ. ഞാനിവിടെ വന്നിട്ട് 10-12 വർഷമായി. ഇവരുടെ ഈ കൂട്ടായ്മയും സക്സസ്സൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. എൻ്റെ പേര് സനാഷറിൻ. ഞാൻ MSൽ 4ാം ക്ലാസ്സിൽ ആണ് പഠിക്കുന്നത്. ഫാമിലി കുറേ പീക്കോക്കും റാബിറ്റും ഒക്കെ ഉണ്ട്. എന്തായാലും സാർ വളരെ സന്തോഷമുണ്ട്. കാരണം വിരുന്നിൻ്റെ എപ്പിസോഡ് ഇങ്ങനെ ധന്യമാക്കുവാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സഹകരിച്ചതിന് അതിനേക്കാൾ ഉപരി വളരെ സന്തോഷമെന്ന് പറയുന്നത് എല്ലാവരും നന്നായിട്ട് സംസാരിച്ചു. പിന്നീട് ഈ ഒരു മരുഭൂമിയിൽ തന്നെ ഇത്രയും കൃഷിയുടെ ഒരു ഉറവിടം, ഒരു വലിയ സംരംഭം നമുക്ക് കാണാൻ സാധിച്ചു. കേരളത്തിൽ മാത്രം വളരുന്ന കുറേ സസ്യങ്ങളും നമ്മളിവിടെ വളർത്തിയെടുത്ത് താങ്കൾ കാണിച്ചു. വളരെ സന്തോഷം. അസ്കർ അലി സാറിനും താങ്കളുടെ കുടുംബത്തിനും അതോടൊപ്പം ഈ ഒരു ഗ്രൂപ്പിനും വിരുന്ന് ടീമിൻ്റെ ഹൃദയമായ നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ.